പോലും ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യർക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും അല്ലാഹു ഒഴിച്ചുള്ള സർവശക്തികളും ഒരുമിച്ച് കൂടിയാൽ ഇതിനോട് കിടപിടിക്കുന്ന ഒരധ്യായം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഖുർആൻ അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, ആദ്യമായി ഖുർആന് പരിഭാഷ എഴുതിയത് ക്രിസ്ത്യാനികളാണ്, ഓറിയന്റലിസ്റ്റുകളാണ്. അതേ ക്രിസ്ത്യാനികൾ അവരുടെ ഗ്രന്ഥമാകുന്ന ബൈബിൾ, അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ ഇറക്കി കൊടുത്ത ഇഞ്ചീലിന്റെ അതിന്റെ പകർപ്പാണ് ബൈബിൾ എന്നാണ് അവർ പറയുന്നത്. ആ അല്ലാഹ് ഇറക്കി കൊടുത്ത ഇഞ്ചീലിന്റെ ഭാഷ പോലും ഏതാണെന്ന് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. ആ ഭാഷ സംസാരിക്കുന്നവർ പോലും ഇന്ന് ലോകത്തില്ല. അതേ സമയത്ത് എല്ലാ ഭാഷയിലും ഇന്ന് ഇഞ്ചീലുണ്ട്, ബൈബിളുണ്ട്. അതവര് പരിഭാഷപ്പെടുത്തിയതാണ്. അങ്ങനെ അവര് പരിഭാഷപ്പെടുത്തിയിട്ട് പടച്ച റബ്ബ് ഇറക്കിയ ഭാഷ ഏതാണെന്ന് പോലും അറിയാതെയായി. എന്നതുപോലെ ഈ വിശുദ്ധ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഭാഷ അറിയാതെ അത് പിന്നീട് കടത്തിക്കൂട്ടലുകളെ കൊണ്ട് അത് അവരെ ഗ്രന്ഥം പോലെ ആയിത്തീരണമെന്ന ദുഷ്ടലാക്കോടുകൂടിയാണ് അവർ ആദ്യമായി ഖുർആന് പരിഭാഷ ഇറക്കിയത്. അതേ എന്നല്ലാതെ വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളും ആദർശങ്ങളും എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി ഈ ഖുർആൻ ഉൾക്കൊള്ളട്ടെ എന്ന നല്ല മനസ്സോടുകൂടി പരിഭാഷ എഴുതിയതല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശുദ്ധ ഖുർആൻ ഇത്ര കൃത്യമായിട്ട് അവർ പരിഭാഷപ്പെടുത്തിയിട്ട് ഇന്ന് വരെ ക്രിസ്ത്യാനി ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതേ പല ഭാഷകളിലും പരിഭാഷ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഈ കൗസർ എന്ന സൂറത്തിനോട് തുല്യമായ ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ ക്രിസ്ത്യാനികൾക്ക് കഴിഞ്ഞിട്ടില്ല, ജൂതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, ഓറിയന്റലിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനൊരു ശ്രമം പോലും അവര് നടത്തിയിട്ടില്ല. അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എന്തേ? ഈ വിശുദ്ധ ഖുർആനിനോട് കിടപിടിക്കുന്ന ഒരു ഖുർആൻ കൊണ്ടുവരുന്നത് പോയിട്ട് ഈ ഖുർആനിലെ സൂറത്തുകളോട് തുല്യമാകുന്ന സൂറത്തുകൾ കൊണ്ടുവരുന്നത് പോയിട്ട് ഒരു കൗസർ എന്ന സൂറത്തിനോട് തുല്യമായ സൂറത്ത് പോലും കൊണ്ടുവരാൻ ലോകത്ത് ഒരു പടപ്പിനും കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് റബ്ബ് ഇത് ഇറക്കിയത്. രണ്ടാമത്തെ ലക്ഷ്യം ഇത് പാരായണം ചെയ്തുകൊണ്ട് കൂലി വാങ്ങാനാണ്, ഓതി കൂലി വാങ്ങാനാണ്. ഏത് സാധാരണക്കാർക്കും, പ്രായമുള്ളവർക്കും, കുട്ടികൾക്കും, സ്ത്രീകൾക്കും, പുരുഷന്മാർക്കും എല്ലാവർക്കും ഖുർആനിനോടുള്ള കടപ്പാട് അത് പാരായണം ചെയ്യലാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകളാണ് വിശുദ്ധ റമദാനായപ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് ഖത്മ തീർത്തിട്ടുള്ളത്? അതേ സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്ക്, ആ വിശുദ്ധ റമദാൻ കഴിഞ്ഞതോടുകൂടി റമദാനെ കഴിഞ്ഞിട്ടുള്ളൂ, റമദാനെ യാത്ര പറഞ്ഞു പോയിട്ടുള്ളൂ. റമദാനിന്റെ റബ്ബ് നമ്മോട് യാത്ര പറഞ്ഞിട്ടില്ല. റബ്ബിന്റെ നിരീക്ഷണം നമ്മ തൊട്ട് തെറ്റിയിട്ടില്ല. വിശുദ്ധ ഖുർആനിനോട് മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട് അത് പാരായണം ചെയ്യലാ. ഈ ഖുർആൻ പാരായണം
പാരായണം ചെയ്യലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം ഒരു മുസ്ലിമിന്റെ ദിവസങ്ങളിൽ ഉണ്ടാവരുത്. മുസൽമാന്റെ ദിവസം തുടങ്ങേണ്ടത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാവണം. നിങ്ങൾക്കറിയുമോ, വലിയ വലിയ ഇമാമിങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? എന്തിനേറെ പറയണം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചമാണ്. അതേ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട നേതാവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേ ഒരൊറ്റ റക്അത്തിലെ ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ തിബിയാനിൽ രേഖപ്പെടുത്തിയത് കാണാം. അതേ ഒരൊറ്റ ദിവസം ഖുർആൻ ഖത്മ് തീർത്ത ധാരാളം ആളുകളുണ്ട്. രാത്രിയിൽ ഒരു ഖത്മും പകലൊരു ഖത്മും തീർത്തവരുണ്ട്. അതേ സമയത്ത് ഒരൊറ്റ റക്അത്തിൽ ഖുർആൻ ഓതി തീർത്ത മഹാനാണ്, ഖത്മ് തീർക്കുന്ന മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു. ശാഫി ഇമാം നമ്മുടെ ഇമാമാണ്. നാം ശാഫി മദ്ഹബുകാരാണ്. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു അതേ പലസ്തീനിലെ ഗസ്സ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. 2.5 വയസ്സുള്ളപ്പോഴാ ശാഫി ഇമാമുന മക്കയിലേക്ക് തന്റെ ഉമ്മ കൊണ്ടുപോയത്. ഉപ്പ മരിച്ചതിനു ശേഷം 2.5 വയസ്സ് മുതൽക്ക് നീണ്ട 16 വയസ്സ് വരെ ശാഫി ഇമാം ജീവിച്ചത് മക്കയിലാണ്. 7 വയസ്സുള്ളപ്പോൾ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയവരാണ്. 16 വയസ്സായപ്പോൾ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനാകുന്ന മുസ്ലിം ഇബ്നു ഖാലിദ് സിഞ്ചി റളിയല്ലാഹു അൻഹു തങ്ങളെ അരികിൽ നിന്ന് ഫത്വ നൽകാൻ പറ്റുന്ന ഫത്വക്ക് അനുവാദം കിട്ടിയിട്ട് അറിയപ്പെട്ട മുഫ്തിയാ. അന്ന് ശാഫി ഇമാമിന് 16 വയസ്സാണ്. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പിന്നീട് നീണ്ട 10 കൊല്ലം ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലാണ്, മദീനയിലാണ് താമസിച്ചത്. അങ്ങനെ 26 വയസ്സും കഴിഞ്ഞ് ശാഫി ഇമാം ലോകത്തോട് വിട പറയുന്നത് 54 വയസ്സ് തികയുമ്പോഴാ. അത്രേ ശാഫി ഇമാം ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. ഞാനും നിങ്ങളും പറയുന്ന 54 അല്ല. ഞാനും നിങ്ങളുമൊക്കെ സൗരവർഷ കണക്കാണ് കൂട്ടുന്നതെങ്കിൽ ചാന്ദ്രിക വർഷം അനുസരിച്ച് 54 വയസ്സേ ഷാഫി ഇമാം ജീവിച്ചിട്ടുള്ളൂ. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ കാലത്തിനുള്ളിൽ, ഈ കാലത്തിനിടക്ക് എത്ര ഗ്രന്ഥങ്ങളാണ് ഈ ഉമ്മത്തിന് സമർപ്പിച്ചത്, എത്ര 10,000 പണ്ഡിതന്മാരെയാണ് വാർത്തെടുത്തത്. ഇന്നും കോടിക്കണക്കിന് അനുയായികൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുകയാ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥം എന്ന് പറയുന്നത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയോ തന്റെ ശിഷ്യന്മാര് എഴുതിയെടുക്കുകയോ. ഇങ്ങനെ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 26 വയസ്സ് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ പോകുന്ന ബഗ്ദാദിലാണ്. നീണ്ടകാലം ബഗ്ദാദിൽ താമസിച്ച് 197 ബഗ്ദാദിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മിസ്രിൽ പോകുന്നത്. മിസ്രിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ പ്രേരകമാരാണെന്നറിയോ? മഹദി നഫീസത്തുൽ മിസ്രിയ. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അതിയായ താല്പര്യപ്രകാരം പ്രേരണയോടുകൂടിയാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മിസ്രിലേക്ക് പോകുന്നത്. പിന്നീട് മിസ്രിലാണ് അവിടുന്ന് പ്രവർത്തനം, മിസ്രിലാണ് അവിടുന്ന് വഫാത്തായത്, മിസ്രിലാണ് അവിടുത്തെ ഖബറുള്ളത്. ആകെ ജീവിച്ച
ജനിച്ചത് 54 വയസ്സാണെങ്കിൽ ഈ കാണുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും രചിച്ചു എന്ന് മാത്രമല്ല, ഈ വിജ്ഞാനങ്ങൾ മുഴുവനും കണ്ടെത്തി എന്ന് മാത്രമല്ല, ഇക്കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ചു എന്ന് മാത്രമല്ല, ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിൽ ഇമാമുന ശാഫിഈ എല്ലാ ദിവസവും ഒരു ഖത്ം ഖുർആൻ ഓതി തീർത്തിരുന്നു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതൽ മാത്രമല്ല പണി, ഈ സർവ്വ കാര്യങ്ങളും ചെയ്യുന്നതിന് പുറമെ ഒരു ദിവസം ഒരു ഖത്ം ഖുർആൻ ഓതിയിരുന്നു. റമളാനാകുമ്പോ രാത്രിയിൽ ഒരു ഖത്മും പകലിൽ ഒരു ഖത്മും ശാഫിഈ ഇമാം ഓതി തീർത്തിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരിശയായിട്ട് പറയുന്നത് ഖുർആൻ ഓതിയതാ. ഈ കഴിഞ്ഞ റമളാനിന്റെ 2-3 ദിവസം മുമ്പ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദിന്റെ മക്ബറയിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മക്ബറയിൽ ചെന്നപ്പോൾ 18,000 ഖത്ം ഖുർആൻ നിസ്കാരത്തിൽ ഓതി തീർത്ത സ്ഥലത്താണ് മഹാനായ അബൂ ഹനീഫ തങ്ങളെ ഖബറുള്ളത്. അതെ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ പിറ്റേ ദിവസം തന്റെ അയൽപക്കത്തുള്ള ചെറിയൊരു കുട്ടി ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പാ, അയൽപക്കത്തെ വീട്ടിൽ നിന്നൊരു വെളുത്ത തൂണ് കാണാനില്ലല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാതിരാത്രിയില് തൂവെള്ള വസ്ത്രം ധരിച്ച് നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ കുട്ടിക്ക് തോന്നിയത് ഇത് വെളുത്ത തൂണാ. ഇന്ന് ആ തൂണ് കാണുന്നില്ല. ഉപ്പ പറഞ്ഞു കൊടുത്തു, മോനെ, അത് തൂണായിരുന്നില്ല. ഇമാം അബൂ ഹനീഫ നിസ്കരിക്കുകയാ. അത്രയും നിസ്കാരത്തിൽ 18,000 ഖത്ം ഖുർആൻ ഓതി തീർത്ത ഇമാം അബൂ ഹനീഫ. ഉമ്മമാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടില്ലേ നഫീസത്തുൽ മിസ്രിയ? നഫീസ ബീവി റളിയല്ലാഹു അൻഹാ മക്കയിൽ ജനിച്ച് മദീനയിൽ വളർന്ന് പിൽക്കാലത്ത് മിസ്റിലെത്തിയിട്ടുള്ള നഫീസ ബീവി. ആ നഫീസ റളിയല്ലാഹു അൻഹയുടെ ഖബറുള്ളതും മിസ്റിലാ. മിസ്റിലെത്തിയപ്പോൾ ചെറിയൊരു കുടിൽ വാങ്ങിയിട്ട് ആ വീട്ടിനകത്ത് ബഹുമാനപ്പെട്ട നഫീസ ബീവി അവിടെ സ്വന്തം കൈകൊണ്ട് പിക്കാസ് കൊണ്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതിയതാ. 6000 ഖത്ം ഖുർആൻ തന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് ഓതി തീർത്ത മഹദിയാണ് ബീവി നഫീസ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാൾ 5 വയസ്സ് കൂടുതലാ. 145 നഫീസ ബീവി ജനിക്കുന്നത്. ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹയോട് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിക്കാൻ വസിയത്ത് ചെയ്തിരുന്നു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം തന്റെ മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നഫീസ ബീവിന്റെ പള്ളിയിൽ കൊണ്ടുപോയി ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാകുന്ന ഇമാം ബുവൈത്വി ഇമാം നിന്ന് മഅ്മൂമായ നഫീസ ബീവി മയ്യിത്ത് നിസ്കരിച്ചതാ. അതേ, റമളാനിൽ എന്നും ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം നഫീസ ബീവിന്റെ പള്ളിയിലാ. അസ്ർ നിസ്കാരത്തിനൊക്കെ അവിടെ നേതൃത്വം നൽകലാ. പറഞ്ഞു വന്നത്, ഈ മഹാന്മാരെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഏറ്റവും വലിയ മഹത്വമായിട്ട് പറയുന്നത് അത്രയും ഖുർആൻ ഓതി എന്നാ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എത്ര തവണ
ഈ ഖുർആൻ ഖത്മ് തീർത്തത് എനിക്കും നിങ്ങൾക്കും പറയാനുണ്ട്. വിശുദ്ധ റമദാൻ മാസമായിട്ട് പോലും ഒരു ഖത്മ് ഖുർആൻ ഓതി തീർക്കാത്തവർ കൂട്ടത്തിലില്ലയോ? വർഷത്തിൽ ഒരു ഖത്മ് തീർക്കാത്തവർ നമ്മളെ കൂട്ടത്തിലില്ലയോ? ജീവിതത്തിൽ 10, 20, 25, 30, 40, 50 കൊല്ലമായിട്ട് ഇതുവരെ ഈ ഖുർആനൊന്നും ഓതി തീർക്കാത്ത, ഖത്മ് ചെയ്യാത്ത മുസ്ലിമീങ്ങളില്ലയോ? ഉമ്മമാരില്ലയോ? ഉപ്പമാരില്ലയോ? പിന്നെ നമ്മുടെ മനസ്സെങ്ങനെ ശുദ്ധിയാവാനാ? നമ്മുടെ വീറും വാശിനെങ്ങനെ പോകാനാ? റബ്ബിനെ പറ്റി എങ്ങനെ ബോധ്യം വരാനാ? ഈമാൻ എങ്ങനെ കട്ടികൂടാനാ? അല്ലാഹുവിനെ നമുക്ക് പിന്നെ എങ്ങനെ അറിയാനാ? ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആവേശത്തോടെ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രഭാഷണത്തിനൊന്നും എനിക്ക് കഴിയില്ല. അങ്ങനൊന്നും പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഞാനുള്ളത്. പക്ഷെ ഒരു കാര്യം കേൾക്കണോ? ഈ ഉമ്മത്തിന് വേണ്ടി ഏറ്റവും നമുക്ക് പ്രതീക്ഷയുള്ളത് മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ തിരിഞ്ഞു നോക്കുമെന്നും നമുക്ക് വേണ്ടി മുത്തിനെ പൊട്ടിക്കരഞ്ഞിട്ട് അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ ശാശ്വതമായി കിടക്കാതിരിക്കാൻ എത്ര ശ്രമിക്കും റസൂലുള്ളാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മശ്റയിലേക്ക് വരുന്ന സമയത്തിന് പൊട്ടിക്കരയുകയാ. ഓരോ പ്രവാചകന്മാരും അവരെ സമുദായവുമായി റബ്ബിലേക്ക് കൊണ്ടുവരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളെ 40 രൂപങ്ങളിലായി റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോ മുത്തുനബി കരയുകയാ. മശ്റിലേക്ക് അവസാനം വരുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാ. അതേ അവസാനം വരുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാണെങ്കിലും ആദ്യമായിട്ട് വിചാരണ മുത്തുനബിന്റെ ഉമ്മത്തുകൾക്കാണ്. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാണ്. ആദ്യമായിട്ട് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദ്ദിം ഉമ്മതക ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി ഉമ്മത്തിനെ മുന്നോട്ട് വിളിക്കൂ നബിയേ, അടുപ്പിക്കൂ നബിയേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവ്വ പ്രവാചകന്മാരും അവരെ ഉമ്മത്തുകളും മശ്ശറിൽ നിൽക്കുമ്പോ ആദ്യമായി റബ്ബിന്റെ അടുത്തേക്ക് വിചാരണയ്ക്ക് വിളിക്കുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാ. ഈ മുത്തുനബിന്റെ ഉമ്മത്തിനെ വിചാരണയ്ക്ക് വേണ്ടി അടുപ്പിക്കാൻ വേണ്ടി പറയുമ്പോ നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നു, അല്ലാഹ് ഇവരെ നീ വിചാരണ ചെയ്യണ്ട, എന്റെ ഉമ്മത്തിന് ഹിസാബ് വേണ്ട, അവരെ നീ വെളിവാക്കണ്ട. ദുനിയാവിൽ അവർ ചെയ്ത തിന്മകൾക്ക് തെറ്റുകൾക്ക് എമ്പാടും അവർ അനുഭവിച്ചു. അല്ലാഹ് ഖബറിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്, മശ്ശറിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. ഈ വരുന്ന വരവ് തന്നെ മതി, ഇനി വിചാരണ വേണ്ട, അവരെ ചോദ്യം ചെയ്യണ്ട, അവരെ അങ്ങ് വെറുതെ വിട്ടേക്കല്ലാ. അല്ലാഹു പറയുന്നു, പറ്റില്ല നബിയേ, ഖരിബ് ഉമ്മതക ലിൽ ഹിസാബ്, വിചാരണ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. പടച്ച റബ്ബിന്റെ വിചാരണ സർവ്വ സൃഷ്ടികളോടും വിചാരണയുണ്ട്, പടപ്പുകളോടൊക്കെയും വിചാരണയുണ്ട്, മലക്കുകൾക്ക് വിചാരണയുണ്ട്, മറ്റു ജീവികൾക്ക് വിചാരണയുണ്ട്, എല്ലാ സൃഷ്ടികൾക്കും വിചാരണയുണ്ട്. ഉറുമ്പുകൾക്കിടയിൽ വിചാരണയുണ്ട്, ഇഴജന്തുക്കൾക്കിടയിൽ വിചാരണയുണ്ട്, സർവ്വ സൃഷ്ടികൾക്കും വിചാരണയുണ്ട്. അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ സമയത്ത്
എന്നിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹ് എനിക്കൊരവസരം തരോ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തേടി പിടിക്കുകയാ. ആദം നബിന്റെ അടുത്ത് ചെന്ന് പറയുകയാ, ഇവര് നിങ്ങളെ മക്കളാ, നിങ്ങൾ ഇവരുടെ ഉപ്പയാ, ഞാനിവരെ പ്രവാചകരാ. ഈ ഉമ്മത്തിന്റെ കാര്യം നമുക്കങ്ങ് ഏറ്റെടുക്കാം. അവരെ വിചാരണയ്ക്ക് വിടണ്ട. ഇവർ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും മരുതായ്മകളും നമുക്കങ്ങ് ഏറ്റെടുക്കാം. മഹാനായ ആദം നബി അലൈഹിസ്സലാം എനിക്ക് പറ്റില്ല, അല്ലാഹുവിന്റെ ഹബീബേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മുത്ത് നബിയോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ തന്നെ പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ലേ, ആദം നബി അലൈഹിസ്സലാം റബ്ബിന്റെ കൽപ്പനക്കെതിരെ ചെയ്തിട്ടുണ്ട്. അതേ, ഒരു പ്രത്യേക സാഹചര്യങ്ങളാ, പ്രത്യേക കാരണങ്ങളാ. ആദം നബി അലൈഹിസ്സലാം തങ്ങൾ ചെയ്ത് തെറ്റല്ല എങ്കിലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവിത്രമായ സ്ഥാനത്തോട് നിരക്കാത്ത കാര്യമാ ചെയ്തത്. അതുകൊണ്ട് ഞാൻ തന്നെ ബേജാറില്ല, എനിക്ക് പറ്റുകയില്ല. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി രണ്ട് കൈയും പെരടിൽ വെച്ചുകൊണ്ട്, വാ ഉമ്മത്താ, എന്റെ ഉമ്മത്തിന് വേണ്ടി വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുമ്പോൾ, ഇത്രയും ഈ സമുദായത്തിന് വേണ്ടി ഉമ്മത്തിന് വേണ്ടി കരയുന്ന ഒരു വ്യക്തിത്വമില്ല. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്തൊരു കരുണയാ, എന്തൊരു ദയവാ. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരാളെയും നരകത്തിൽ കിടക്കാൻ വിടാത്ത നബി, ഒരാളെയും നരകത്തിൽ ഉപേക്ഷിക്കാത്ത നബി, അവസാനത്തെ രക്ഷപ്പെടുത്തുന്ന നബി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പടച്ച റബ്ബിനോട് ഈ ഉമ്മത്തിനെതിരൊരു പരാതി പറയുന്ന വിഷയമുണ്ടെങ്കിൽ, എന്റെ ഉമ്മത്ത് നിസ്കരിച്ചില്ലല്ലോ, എന്റെ ഉമ്മത്ത് നോമ്പെടുത്തില്ലല്ലോ, എന്റെ ഉമ്മത്ത് ഹജ്ജ് ചെയ്തില്ലല്ലോ, എന്റെ ഉമ്മത്ത് കള്ള് കുടിച്ചല്ലോ, എന്റെ ഉമ്മത്ത് വ്യഭിചരിച്ചല്ലോ, ഇതൊന്നും ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് ഈ ഉമ്മത്തിന് പരാതിപ്പെടൂല. ഉമ്മത്തിനെ പറ്റി പറയൂല, കള്ള് കുടിച്ചവരെ പറ്റി പറയൂല, വ്യഭിചരിച്ചവരെ പറ്റി പറയൂല, നിസ്കരിക്കാത്തവരെ പറ്റി പറയൂല. ആഖിർ സമാനിലെ മക്കളെ, അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് നാളെ പടച്ച റബ്ബിനോട് പരാതിപ്പെടുന്ന ഒരു പരാതി ഏതാണെന്നറിയോ? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഖൗമി, എന്റെ ജനത എന്റെ ഖുർആൻ അവഗണിച്ചു. അല്ലാഹ്, ഇത് വായിക്കാൻ അവർക്ക് ടൈം കിട്ടിയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് പാരായണം ചെയ്യാൻ, വർഷത്തിൽ ഒരിക്കൽ പാരായണം ചെയ്യാൻ, ഇതൊന്ന് പാരായണം ചെയ്യാൻ എന്റെ ഉമ്മത്തിന് കഴിഞ്ഞില്ല. ഈ ഖുർആൻ അവഗണിച്ചു. അല്ലാഹ്, ഹബീബായ തങ്ങൾ ഈ ഉമ്മത്തിനെ പറ്റി പറയുന്ന ഒരു പരാതി ഉണ്ടെങ്കിൽ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. മുസ്ലിം ചെറുപ്പക്കാരറിയണം, എത്ര തവണ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം മൽക്കഫ് സൂറത്ത് കൃത്യമായിട്ട് ഓതിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയ എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഞാൻ കൈവക്കാൻ പറയുന്നില്ല. വയത് പറയാൻ എന്തൊരെളുപ്പം, വയത് കേൾക്കാൻ എന്തൊരെളുപ്പം, വയത് സംഘടിപ്പിക്കാൻ എന്തൊരെളുപ്പം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ 1 മുതൽക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ ഹുജ്ജത്തുൻ അലൈക.
اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة لنا لا حجة علينا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ ഏത് പ്രകാരമാണോ അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്നത്, ഏത് പ്രകാരമാണോ പ്രതികൂലമായിട്ട് സാക്ഷി നിൽക്കുന്നത്, അതേപോലെ ഓരോ മനുഷ്യനും അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ ആയി സാക്ഷി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ഖുർആനുമായി നിന്റെ ബന്ധം എത്രയാണ്? ഈ ഖുർആനോടുള്ള ബാധ്യത എത്രയാണ്? ഈ ഖുർആനിന്റെ സമീപനം എന്താണ്? ഉമ്മമാരറിയാൻ, സഹോദരന്മാരറിയാൻ, സഹോദരിമാരറിയാൻ. ചില ആളുകൾ പറയും വീട്ടിൽ ബറക്കത്തില്ല, വീട്ടിൽ പ്രശ്ന, എന്നും പ്രയാസങ്ങളാ, എന്നും രോഗങ്ങളാ, പല വിഷയത്തിൽ തീരാത്ത പ്രശ്നങ്ങളാ, പ്രതിസന്ധികളാ. ഞാൻ ചോദിക്കുന്നു, ഖുർആനും നിങ്ങളുടെ വീടും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അല്പമെങ്കിലും ഖുർആൻ ഓതാത്ത വീടാണോ? എന്റെ പ്രിയപ്പെട്ട, ഞാൻ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഈമാനും മനുഷ്യന്റെ ഹൃദയവും ശുദ്ധിയാവാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് വിശുദ്ധ ഖുർആൻ. ഇഖ്റഉൽ ഖുർആന, ഖുർആൻ നിങ്ങൾ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ അതിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്നവനായിട്ട് വരും. ഖുർആൻ റെക്കമെൻഡ് ചെയ്യും. ഖുർആൻ നമ്മെ രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം കൂടി ഞാൻ പറയാ, അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാവാനുള്ള ഒന്നാമത്തെ മരുന്ന് ഖുർആൻ ഓതലാ. വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയാവലാ, നോമ്പെടുക്കലാ. പരമാവധി ഖുർആൻ ഓതിയിട്ടുണ്ട്, പട്ടിണി കിടന്ന് നോമ്പെടുത്തിട്ടുണ്ട്. വഖിയാമു ലൈലിൻ വതളറു ബിസ്സഹർ വമുജാലസതു സ്വാലിഹീനൽ ഫുദ്ദലാ. മൂന്നാമത്തെ മരുന്ന് രാത്രി നിസ്കരിക്കലാ. രാത്രി തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. വിത്ർ പലപ്പോഴും 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും തസ്ബീഹ് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും അതാ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് രാത്രി മുഴുവൻ ഹയാത്താക്കിയിട്ടുണ്ട്. പാതിരാക്ക് എഴുന്നേറ്റ് ദുആ ചെയ്തിട്ടുണ്ട്. സാലിഹീങ്ങളോടൊപ്പം മജ്‌ലിസുകളിൽ പോയിരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവാനുള്ള മരുന്നാ. ഈ മരുന്ന് മുഴുവനും ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും വന്നില്ല. ഒരു മാറ്റവും നമ്മുടെ കൽബിന് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമ്മൾ പേടിക്കണ്ടേ? ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്ർ, ഈ വിശുദ്ധ റമളാൻ ഏറ്റവും പുണ്യപ്പെട്ട പ്രതീക്ഷിക്കുന്ന രാവാ ലൈലത്തുൽ ഖദ്ർ. റമളാനിലാണ് ലൈലത്തുൽ ഖദ്ർ എന്നുറപ്പില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ റമളാനിലാ. അതേ റമളാനിൽ തന്നെ അവസാനത്തെ 10ലാണ് ലൈലത്തുൽ ഖദ്ർ എന്നുറപ്പില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ 10 രാത്രികളിലാ. അതേ അവസാനത്തെ രാത്രികൾ ഒറ്റയിട്ട രാവുകളിലാണെന്നുറപ്പില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഒറ്റയിട്ട രാവുകളിലാ. അത് 21-ാം രാവിനാവാം, 23-നാവാം, 25-നാവാം, 27-നാവാം, 29-നാവാം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതനുസരിച്ച് 27-ാം രാവിനാ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം അനുസരിച്ച് 23-നാ. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ഒരുപാട് ലൈലത്തുൽ ഖദ്റുകൾ കഴിഞ്ഞു പോയില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾക്കൊരു ലൈലത്തുൽ ഖദ്ർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അവനത് ലഭിക്കുന്നതാ, പിന്നെ നഷ്ടപ്പെടൂല. ലൈലത്തുൽ ഖദ്ർ ജീവിതത്തിൽ ഒരിക്കൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അവനത് കിട്ടിക്കൊണ്ടിരിക്കും. എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയുമോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തനസ്സലുൽ മലായികതു, മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. അല്ലാഹ് എല്ലാ രാത്രി
രാത്രിയിലും മലക്കുകൾ ഇറങ്ങുന്നില്ലേ? ഇന്നത്തെ രാത്രി മലക്കുകൾ ഇറങ്ങൂലേ? നാളത്തെ രാത്രി ഇറങ്ങൂലേ? എല്ലാ രാത്രികളിലും പകലുകളിലും കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. യതഅഖബൂന മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. ഓരോ ദിവസവും കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്, കയറിപ്പോകുന്നുണ്ട്. രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് കയറിപ്പോകുന്നുണ്ട്. അസർ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങി വരുന്നുണ്ട്. പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബഹി നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങി വരുന്നുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ മഹല്ലുകളിലും കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലാഹു തആല കയറി വരുന്ന മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിയങ്ങൾ നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുകയാ, എങ്ങനെയാണ് നിങ്ങൾ അവരെ ഇട്ടേച്ച് പോന്നത് എന്ന് ചോദിക്കുമ്പോ അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്ന സമയത്ത് അവര് നിസ്കാരത്തിലാ, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും അവര് നിസ്കാരത്തിലാ. ഓരോ മഹല്ലത്തിലും മക്കളെ അവിടുത്തെ സുബഹി നിസ്കാരത്തിന്റെ പ്രഥമ ജമാഅത്തിലാണ് ഈ മലക്കുകൾ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും. ഇത് എല്ലാ രാത്രിയിലും ഉണ്ട്, എല്ലാ പകലിലും ഉണ്ട്. ഖദറിന്റെ രാത്രിയുള്ള മലക്കുകൾ അത് ഈ മലക്കുകളല്ല. മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നത് മാത്രമല്ല ഖദറിന്റെ രാത്രിയുടെ പ്രത്യേകത. ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എല്ലാ രാത്രിയിലും മലക്കുകൾ വരുമ്പോൾ എന്നെയും നിങ്ങളെയും എന്റെയും നിങ്ങളെയും മഹല്ലത്തിലൊക്കെ മലക്കുകൾ വന്ന് തിരിച്ചു പോകുമ്പോ അള്ളാഹു ചോദിക്കുന്ന സമയത്ത് മലക്ക് ഒരു പക്ഷേ പറയുന്നത്, ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഉറക്കില്ല, ഞങ്ങൾ പിരിഞ്ഞു പോന്നപ്പോഴും അവർ ഉറക്കില്ല. അതേ സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവർ വാട്സപ്പില, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും അവർ വാട്സപ്പില. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ക്ലബില, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും ഒരു ക്ലബില എന്ന് പറയേണ്ട അവസ്ഥ വരുമോ? ചെറുപ്പക്കാരാ, ചിന്തിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. ഈ ദുനിയാവ് പ്രതിഫലത്തിന്റെ ലോകമല്ല. നന്മ ചെയ്തവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ലോകമല്ല. തിന്മ ചെയ്തവർക്കും പ്രതിഫലം കൊടുക്കുന്ന ലോകമല്ല. പ്രതിഫലം കൊടുക്കാൻ വേറൊരു ലോകമുണ്ട് കേട്ടോ. അതേ സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ, ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കുകൾ, ആ മലക്കുകൾ അന്നത്തെ രാത്രി മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ. ഒരു വർഷത്തിൽ ഒരൊറ്റ രാത്രിയാ, 24 മണിക്കൂറാ. ആ മലക്കുകൾ താമസിക്കുന്നത് എവിടെയാണെന്നറിയുമോ? അതേ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയ്ക്കൊരു ബൗണ്ടറി ഉണ്ട്, ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിയുടെ പേരാണ് അൽ മുൻതഹ. ആ അതിർത്തിയിൽ ഒരു ചെറിയ മരമുണ്ട്, ആ മരത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. അതിന്റെ അപ്പുറം ആഖിറമാണ്, അതിന്റെ ഇപ്പുറം ദുനിയാവാണ്. ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിലുള്ള മരത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തിനറിയുമോ, അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ചെന്നപ്പോൾ ആ മരത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ആ മരത്തെ കുറിച്ച് പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആൻ ആ മരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ ഇലകളാ, ഹജർ നാട്ടിയ തോൽപാത്രത്തിന്റെ
വലിപ്പമുള്ള ഇലകളാ. ആ ഇലകളിൽ നിറയെ ചെറിയ ചെറിയ ഹോളുകളാ. അതേ തേനീച്ചക്കൂടിനകത്തുള്ള പലക നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പലകയ്ക്കുള്ള ചെറിയ ചെറിയ ഹോളുകൾ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഹോളുകളാ. ആ ഹോളുകളൊക്കെ മലക്കുകളാ. ആ മലക്കുകളതാ ഒരു വർഷം മുഴുവനും ചൊല്ലുന്ന തസ്ബീഹിന്റെ, തഹ്മീദിന്റെ, തഹ്ലീലിന്റെ, ഇബാദത്തിന്റെ പുണ്യവുമായിട്ട് അത് ഇറങ്ങി വരികയാ. ഒരു വിഭാഗം വിശുദ്ധ കഅബാലയത്തിൽ ഇറങ്ങുന്നു, ഒരു വിങ് ഹുജ്റത്തു ശരീഫയിൽ ഇറങ്ങുന്നു, ഒരു വിപങ്ങദാൻ ബൈത്തുൽ മുഖദ്ദസിൽ ഇറങ്ങുന്നു, മറ്റൊരു വിങ്ങിതാ ലോകത്തുടനീളം ഇറങ്ങുന്നു. എല്ലാ മുഅ്മിനായ സ്ത്രീകളടുത്തും പുരുഷന്മാരെ അടുത്തും ഈ മലക്കുകൾ ചെല്ലുന്നു. ആ മലക്ക് സലാം പറയുന്നു, നെറ്റിയിൽ ചുംബിക്കുന്നു, കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു. ഒരു മലക്ക് ഒരു കൊല്ലം ചെയ്ത ഇബാദത്തിന്റെ പുണ്യം താൻ സലാം പറഞ്ഞ് കൈപിടിച്ച മുഅ്മിനായ സ്ത്രീക്ക്, പുരുഷന് കൊടുത്ത് തിരിച്ചു പോകുന്നു. ഇതാണ് ഈ രാത്രിയുടെ പ്രത്യേകത. എന്നെ കാണാൻ വരുന്ന മലക്ക് എന്നെ കാണാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്ത് തിരിച്ചു പോകൂല, എന്നെ കാണാതിരിക്കൂല. എല്ലാ മുഅ്മിനായ സ്ത്രീകളുടെ അടുത്തും വരും, എല്ലാ മുഅ്മിനായ പുരുഷന്മാരടുത്തും ഈ മലക്കുകൾ വരും. വന്നിട്ട് കൈപിടിക്കും, സലാം പറയും, മുസാഫഹത്ത് ചെയ്യും, നെറ്റിയിൽ ചുംബിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഈ മലക്കുകൾക്കുള്ള പ്രത്യേകത. മോനെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ മഹല്ലത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയ അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട കുറത്ത് തങ്ങളുപ്പാപ്പ അല്ലെങ്കിൽ സുൽത്താനുൽ ഉലമ, നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തി ആരാണോ, അതേ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിലും അല്ല ഏത് മഹാനാണെങ്കിലും താൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തിത്വം തന്റെ നാട്ടിൽ വന്ന് എല്ലാ വീട്ടിലും കയറുന്നു, എല്ലാവർക്കും വീട്ടിൽ ചെന്ന് കൈ കൊടുക്കുന്നു, എല്ലാവർക്കും പാരിതോഷികങ്ങൾ നൽകി, വലിയ സമ്മാനങ്ങൾ നൽകി തിരിച്ചു പോകുന്നു. എന്റെ വീട്ടിൽ കയറിയില്ല, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നോട് സലാം പറഞ്ഞില്ല, എനിക്ക് പാരിതോഷികം തന്നില്ല. നിനക്ക് വേദനിക്കുമോ സഹോദര? സങ്കടമുണ്ടാകുമോ സഹോദര? ആഖിർ സമാന മക്കളെ, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എല്ലാ ഖദറിന്റെ രാത്രിയിലും ഇങ്ങനെ കോടിക്കണക്കിന് മലക്കുകൾ വന്നിട്ട് ഓരോരുത്തരുടെയും കൈപിടിച്ചിട്ട് സലാം പറഞ്ഞ് മുത്തം വെച്ചിട്ട് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയും കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോ നിന്നെ കാണാതിരുന്നാൽ, നിന്റെ അടുത്ത് വരാതിരുന്നാൽ, നിന്റെ കൈപിടിക്കാതിരുന്നാൽ, നിനക്കൊരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടാതിരുന്നാൽ നിനക്ക് സങ്കടമില്ലേ? നിനക്ക് ദുഃഖമില്ലേ? ചിന്തിക്കണ്ടേ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മലക്കുകള്, ഖദറിന്റെ രാത്രി വന്ന മലക്കുകള് ആരൊക്കെ കണ്ടിട്ടുണ്ട്, ആരൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞാൽ പോകാൻ പറ്റൂല. എന്നെ ഈ വർഷം ഖദറിന്റെ രാത്രി വന്ന മലക്കുകൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? അവര് എന്റെ കൈ പിടിച്ചിട്ടുണ്ടോ ഇല്ലേ? വ്യക്തമായ അടയാളങ്ങളുണ്ട്, ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നത് എന്താ, ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റമില്ലെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് പറയാൻ എന്തൊരെളുപ്പം, കേൾക്കാൻ എന്തൊരെളുപ്പം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഒരു കാര്യം, ഒരു മലക്കൊരാളെ കൈപിടിച്ച എന്താ കിട്ടാൻ പോണ? നിങ്ങൾക്ക് കേൾക്കണോ? ഒരു മുഅ്മിനായ സ്ത്രീയുടെയോ പുരുഷന്റെയോ കൈപിടിച്ചാൽ
ഒരു മലക്ക് കൈപിടിച്ചാൽ ആ മനുഷ്യൻ പിന്നെ നരകം തൊടൂല. ഖദറിന്റെ രാത്രി ഇറങ്ങി വന്ന മലക്ക് എപ്പോഴെങ്കിലും നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മൊത്തം തന്നാൽ ആ മനുഷ്യൻ ദുനിയാവിൽ എന്തനുഭവിച്ചാലും, എത്ര ത്യാഗം അനുഭവിച്ചാലും, എത്ര രോഗം കൊണ്ട് പ്രയാസപ്പെട്ടാലും അവനെ പിന്നെ നരകം തൊടൂല. ആനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മാരക രോഗം പിടിപെട്ടിട്ട് 30 കൊല്ലം പാത്തിയിൽ കിടന്ന മഹാനാണ്. നാം സാധാരണ മസ്അല പറയാറില്ലേ, നിൽക്കാൻ കഴിവില്ലാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവർ കിടന്നു നിസ്കരിക്കണം, ചെരിഞ്ഞു കിടക്കാൻ കഴിയില്ലെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിക്കണം, അതിനും കഴിയില്ലെങ്കിലോ അവന്റെ കൺപോളകളെ കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം, അതിനും കഴിയില്ലെങ്കിലോ അവന്റെ ഹൃദയത്തിൽ നിസ്കാരം നടത്തണം. ഇത് മുഴുവനും പറയാൻ അഇമ്മത്ത് ആധാരമാക്കിയത് എന്താണെന്നറിയോ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളോട് തങ്ങൾ പറഞ്ഞതാ. ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പൈൽസ് രോഗം പിടിപെട്ട് നിൽക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല. 30 കൊല്ലം കിടന്ന പാത്തിയിൽ കിടന്ന മഹാനാണ്. താൻ കിടന്ന പാത്തിയുടെ താഴ്ഭാഗത്ത് മലദ്വാരത്തിന് നേരെ ഹോളുണ്ടാക്കി അതിൽ കൂടെ കാട്ടിച്ച് മൂത്രിച്ച് 30 കൊല്ലം ദുരിതം അനുഭവിച്ച് കിടന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അനുഭവപ്പെട്ട രോഗത്തിന് ചികിത്സ നടത്തിയിട്ട് ഭേദമായപ്പോ അതേ തന്റെ ചികിത്സ നിർത്തിവെച്ചു. ചോദിച്ചപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അസുഖം വരികയാ. എത്ര പ്രയാസപ്പെട്ടാലും പിന്നെ ചികിത്സിച്ചില്ല. കാരണം പറഞ്ഞത് മഹാനായ ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഞാൻ അസുഖബാധിതനായിട്ട് കിടക്കുമ്പോ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ എന്നെ സന്ദർശിക്കാൻ വരാറുണ്ട്. അവരെനിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, അവരെന്റെ കൈപിടിക്കാറുണ്ട്. കൂട്ടത്തിൽ റബ്ബിന്റെ മലക്കുകൾ വരാറുണ്ട്. ആ റബ്ബിന്റെ മലക്കുകളെ സന്ദർശനം നിന്ന് പോയാൽ അത് അവസാനിച്ചാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ച് ബഹുമാനപ്പെട്ടവർ ചികിത്സ നിർത്തി. വീണ്ടും അദ്ദേഹത്തിന് പൈൽസ് രോഗം പിടിപെട്ടപ്പോ അതേ രൂപത്തിൽ എഴുന്നേൽക്ക് നിൽക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അദ്ദേഹം പ്രയാസപ്പെടുമ്പോ റബ്ബിന്റെ മലക്കുകൾ വരികയാ, സലാം പറയുകയാ. അതേ ഒരു മലക്ക് വന്ന് സലാം പറഞ്ഞ് കൈപിടിച്ചാൽ പിന്നെ നരകം തൊടൂല. മഹാനായ ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, അതിനാൽ തന്നെ എനിക്ക് ചികിത്സ വേണ്ട. ബഹുമാനപ്പെട്ടവരുടെ ദുരിതം കണ്ടുകൊണ്ടൊരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു, അല്ലാഹ് ഇങ്ങനെയൊന്നും കഷ്ടപ്പെടുത്തി ഒരാളെയും റബ്ബ് ബാക്കി വെക്കരുത് എന്നൊരു ദുരിയുള്ള പ്രാർത്ഥന കേട്ട സമയത്ത് മഹാനായ ഇമ്രാൻ ഹുസൈൻ തങ്ങൾ പറഞ്ഞു, സഹോദരാ, 1000 കൊല്ലം ജീവിക്കേണ്ടി വന്നാലും ഇതനുഭവിക്കേണ്ടി വന്നാലും ഇങ്ങനെ പ്രാർത്ഥിക്കല്ല. എത്ര വേദനിച്ചാലും എനിക്ക് പ്രശ്നമല്ല. റബ്ബിന്റെ മലക്കുകൾ വരികയല്ലേ, അവര് സലാം പറയുന്നില്ലേ, അവര് എന്നെ കൈപിടിക്കുന്നില്ലേ, അതിനോളം പുണ്യമുള്ള മറ്റൊരു കാര്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ
സമയത്ത് റഹ്മത്ത് ഈ മലക്കുകൾ അങ്ങാനും ഈ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വന്ന് എല്ലായിടത്തും വരും. ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് വരും, ഹയാത്താക്കി ഇബാദത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് വരും, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് വരും. അല്ലാഹ് ഈ രാത്രിയിൽ കിടന്നുറങ്ങി എന്ന് കരുതിയിട്ട് മലക്കിന്റെ സന്ദർശനം കിട്ടാതിരിക്കുകയില്ല. പക്ഷെ ഇബാദത്തിലായിട്ട് ഉറങ്ങണം, വുളൂഓട് കൂടിയിട്ട് ഉറങ്ങണം, ദിക്ർ ചൊല്ലിയിട്ട് ഉറങ്ങണം, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു കിടന്നുറങ്ങണം. ഇങ്ങനെ ഇബാദത്തിലായിട്ട് ഉറങ്ങിക്കിടക്കുന്നവന്റെ അരികിലും ഈ മലക്കുകൾ വരുന്നതാ, അവർക്കും ഈ സലാം കിട്ടുന്നതാ, ഈ പുണ്യം ലഭിക്കുന്നതാ. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു കിടക്കാതെ വുളു ഇല്ലാതെ കിടന്നുറങ്ങിയാല്, അതേ ദിക്റില്ലാതെ കിടന്നുറങ്ങിയാല്, അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവന് ഇത് ലഭിക്കുകയില്ല. ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്തും സുബ്ഹ് നിസ്കാരത്തിന്റെ ജമാഅത്തും അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായിട്ട് പങ്കെടുക്കുന്നവർക്ക്, കൃത്യമായി നിർവഹിച്ചവർക്ക് ഖദറിന്റെ രാത്രി ഹയാത്താക്കിയതിന്റെ പുണ്യം കിട്ടുമെന്ന് ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരറിയാൻ, ഉപ്പമാരറിയാൻ, 4 സ്ഥലങ്ങളിലേക്ക് ഈ മലക്കുകൾ വന്നിട്ടില്ല, വരുന്നതല്ല. മൂത്രമുള്ള റൂമിലേക്ക് ഈ മലക്കുകൾ വരില്ല, ഖദറിന്റെ രാത്രി ഇറങ്ങുന്ന മലക്കുകൾ വരില്ല, റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. മൂത്രമുള്ള റൂമുകളാണോ? ബെഡിൽ മൂത്രമുണ്ടോ? പാന്റിൽ മൂത്രമുണ്ടോ? നിന്റെ റൂമിൽ എവിടെയെങ്കിലും മൂത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അവിടേക്ക് ഈ മലക്ക് വരില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂത്രമുള്ളിടത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. അതുകൊണ്ട് ബെഡിൽ മൂത്രം ഉണ്ടാവരുത്. കുട്ടികളൊക്കെ ബെഡിൽ മൂത്രം ഒഴിച്ചിട്ട് എന്നാ പോയി കാര്യം. അതുകൊണ്ട് ആ പഴയ കാലത്ത് കുട്ടികളാരും ബെഡ് കടിച്ചില്ല, പായില കിടത്തി. ബെഡിൽ മൂത്രം ഒഴിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബെഡ് തിരുമ്പാൻ പറ്റും, കഴുകാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൂത്രത്തിന്റെ ഈ തൊട്ടിലിന്റെ താഴ്ഭാഗത്ത് വെക്കുന്ന പാത്രം, അത് മൂത്രമൊഴിച്ചാൽ ഉടനെ എടുത്ത് ഒഴിവാക്കണം, അവിടെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു പുണ്യവും അവർക്ക് കിട്ടില്ല. അതുപോലെ ടൈറ്റ് ഫിറ്റായ പാൻറ്റൊക്കെ ധരിച്ച്, ചെറിയ നിക്കറൊക്കെ ധരിച്ച് കുട്ടികൾക്ക് അത്തരം വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മൂത്രം സൂക്ഷിക്കാത്ത, മൂത്രത്തെ തൊട്ട് സൂക്ഷിക്കാത്തവ, മൂത്രം അത്രയ്ക്ക് മോശമാണ്. അവിടെ ഈ മലക്കുകൾ വരില്ല. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. അങ്ങനത്തെ വീട്ടിലൊന്നും ഈ മലക്കുകൾ എത്തിയിട്ടുണ്ടാവില്ല. ആ വീട്ടിലേക്ക് ഈ മലക്കുകൾ കയറില്ല, ആ റൂമിലേക്ക് കയറില്ല. ഇരിക്കട്ടെ, അത് നമുക്ക് പരിഹരിക്കാതെ സമയത്ത് മറ്റൊരു ആളുണ്ട്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ട്, മദ്യപിച്ചിട്ട്, ലഹരി ഉപയോഗിച്ചിട്ട്, കഞ്ചാവടിച്ചിട്ട്, ബെക്തടിനടിച്ചിട്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട്, ദുർബല നിമിഷത്തിൽ അത്തരം തെറ്റുകൾ ചെയ്തിട്ട് അല്ലാഹ് കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാത്ത, തൗബ ചെയ്തുകൊണ്ട് കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാത്ത മുസ്ലിമിന്റെ അടുത്ത് ഈ മലക്കുകൾ വരില്ല, കൈപിടിക്കൂല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദുർബല നിമിഷത്തിൽ മനുഷ്യനല്ലേ, എന്തെങ്കിലും ദുർബല നിമിഷത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു, മയക്കുമരുന്ന് ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിച്ചാൽ അത് ശരിക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാത്ത, തൗബ ചെയ്യാത്ത മുസ്ലിമിന്റെ അടുത്ത് ഈ മലക്കുകൾ വരില്ല.
മറ്റൊന്ന് മാതാപിതാക്കളെ വെറുപ്പിച്ച മുസ്ലിം ഉമ്മയെയോ തൻ്റെ ഉപ്പയെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്ഥാനത്ത് നിൽക്കുന്ന മാതൃ സഹോദരി പിതൃ സഹോദരി പിതൃ സഹോദരൻ അവര് മാതാപിതാക്കളെ സ്ഥാനത്താ. അവരെ വെറുപ്പിച്ചവർ, അവരെ പ്രയാസപ്പെടുത്തിയവർ, അവരെ പൊരുത്തപ്പെടിച്ച് സന്തോഷിപ്പിച്ച് ചിരിപ്പിക്കാത്തവന്റെ അരികിൽ ഈ മലക്കുകൾ വരില്ല, കൈ പിടിക്കില്ല, ഈ പ്രത്യേകത ലഭിക്കൂല. മറ്റൊന്ന്, ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ എന്തെങ്കിലും കുശുമ്പ് വെച്ചുകൊണ്ട്, വൈരാഗ്യം വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് ചിരിക്കാൻ കഴിയാത്ത മുസ്ലിം, ഹൃദയം കൊണ്ട് ചിരിക്കാൻ കഴിയാത്ത മുസ്ലിം, ഹൃദയത്തിൽ സ്വതേ വെറുപ്പുകളും കുശുമ്പുകളും വിദ്വേഷങ്ങളുമൊക്കെ മാറ്റി നിർത്തിയിട്ട് നിഷ്കളങ്ക മനസ്സോടെ പുഞ്ചിരിക്കാൻ കഴിയാത്ത മുസ്ലിമിന്റെ അടുത്ത് ഈ മലക്ക് വരില്ല. റമദാൻ കഴിഞ്ഞിട്ടൊരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ആർക്കൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്, ആരുടെ റമദാൻ സ്വീകരിച്ചിട്ടുണ്ട്, ആരുടെ നിസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ആരെ ഖുർആനോത്ത് സ്വീകരിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ പുണ്യം കിട്ടിയിട്ടുണ്ട്, ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. മോനെ, റമദാനിന്റെ മുമ്പ് നിനക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട്, അയൽവാസിയാവട്ടെ അല്ലാത്തവനാവട്ടെ, കുടുംബക്കാരനാവട്ടെ അല്ലാത്തവനാവട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ നിനക്കുള്ള വിദ്വേഷത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? അസൂയക്ക് മാറ്റം വന്നിട്ടുണ്ടോ? കുശുമ്പിന് മാറ്റം വന്നിട്ടുണ്ടോ? മാപ്പ് കൊടുത്തിട്ടുണ്ടോ? സന്തോഷം തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അഫ്വ് ചെയ്തിട്ടുണ്ടോ? നിന്നെ നോമ്പ് സ്വീകരിച്ചു പോയി, പാപം പൊറുത്ത് പോയി, നരകത്തിന്ന് മോചനം കിട്ടിപ്പോയി, രക്ഷപ്പെട്ടു പോയി, അതൊന്നുമില്ല, നീ നേടിയിട്ടില്ല. റമദാൻ കൊണ്ടൊന്നും നേടിയിട്ടില്ല. ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞില്ലേ, അതും കൂടി അങ്ങ് പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു മുസ്ലിമായ സ്ത്രീക്കോ പുരുഷനോ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വന്ന മലക്കിന്റെ കൈ കിട്ടിയിട്ടുണ്ടോ? സലാം കിട്ടിയിട്ടുണ്ടോ? അവന് മുത്തം കിട്ടിയിട്ടുണ്ടോ? മലക്ക് അവനെ സമീപിച്ചിട്ടുണ്ടോ? അവൻ അറിയേണ്ടതില്ല. അവൻ ഖദർ ഇന്ന ദിവസമാണെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഇന്ന രാത്രിയാണ് ഖദറിന്റെ രാത്രി എന്നറിയണമെന്നില്ല. പക്ഷേ മലായിക്കത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ, സലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനിൽ വരുന്ന മാറ്റം അറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങി വന്നപ്പോ തതനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹദാ സലാമുൻ യഹ്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം ഉദിക്കുന്നത് വരെ ഓടി നടന്ന് സലാം പറയുമ്പോ, ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് ചെല്ലുമ്പോ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് ചെന്നപ്പോ, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ അരികിൽ ചെന്നപ്പോ, ഈ മലക്ക് നിന്നെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള മാറ്റം അറിയുമോ? പിന്നെ ആ മനുഷ്യർ അല്ലാഹുവിനെ പറ്റി കേൾക്കുമ്പോ, ഖുർആൻ കേൾക്കുമ്പോ, ആഖിറം കേൾക്കുമ്പോ, നരകം കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ ശിആറുകളെ പറ്റി കേൾക്കുമ്പോ, അറിയാതെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നതോ, അവന്റെ കൽബ് ലോലമാകുന്നതോ, പൊട്ടി പൊട്ടി കരയുന്നതോ,
വഅദ് കേൾക്കുമ്പം കരയുന്നതാ, അല്ലാഹ് കേൾക്കുമ്പം കരയുന്നതാ. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ മുൻകാലങ്ങളിൽ ഞാനും നിങ്ങളും കണ്ടിട്ടില്ലേ? അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, ഇത് സലാം പറയുമ്പോൾ പൊട്ടിക്കരയുന്ന എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു, പൊട്ടിക്കരയുന്ന എത്ര ഖതീബുമാരുണ്ടായിരുന്നു, എത്ര സാധാരണക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വന്ന മലായികത്തിന്റെ സലാം കിട്ടിയവരാ, അനുഗ്രഹം കിട്ടിയവരാ, ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരാ. എനിക്ക് കണ്ണീരുണ്ടോ? പൊട്ടിക്കരയുന്നുണ്ടോ? മനസ്സിന് മാറ്റമുണ്ടോ? കൽബ് ലോലമായിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മലക്ക് നിന്നെ തലോടിയിട്ടുണ്ടെങ്കിൽ, കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൽബ് ലോലമാകുന്നതാ, നിനക്ക് കണ്ണീര് പൊടിയുന്നതാ. ആഖിർ സമാനിലെ മക്കളെ, ചിന്തിക്കാൻ വൈകിപ്പോയി, ഓർക്കാൻ വൈകിപ്പോയി, തിരുത്താൻ വൈകിപ്പോയി. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, സമയം വൈകിപ്പോയി. കത്വലബ്നാ ഖംസതൻ ഫവജദ്നാ ഫീ ഖംസിൻ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, 5 കാര്യങ്ങൾ എങ്ങനെ നേടാൻ പറ്റുമെന്ന് ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചു, ഹദീസുകൾ അന്വേഷിച്ചു, ഇമാമിങ്ങളെ കലാം അന്വേഷിച്ചു. 5 കാര്യങ്ങൾ മോനെ മറക്കണ്ട. എന്റെ വഅദ് കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് എനിക്ക് വേണ്ട. മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട്, അതേ 500 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞാനിവിടെ പാതിരാ സമയം വരെ എന്റെ ആരോഗ്യം പരിഗണിക്കാതെ ഒച്ച വെച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല. ആഖിറത്തിൽ ഇതൊന്ന് ചോദിക്കുമല്ലോ, എനിക്ക് അവസരം കിട്ടുമല്ലോ, നിങ്ങൾക്ക് അവസരം കിട്ടുമല്ലോ. ഇവർക്ക് പറഞ്ഞു കൊടുത്തെന്ന് പറയാൻ, ഇയാൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് പറയാൻ, അല്ലാഹു എന്നെയും നിങ്ങളെയും ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഒരുമിച്ച് കൂട്ടുമല്ലോ. ഇവിടെ പരിചയപ്പെട്ടതുപോലെ അവിടെ പരിചയപ്പെടുമല്ലോ, ബന്ധമുണ്ടാകുമല്ലോ. അന്ന് നമുക്ക് പറയാമല്ലോ, അന്ന് നമുക്ക് കേൾക്കാമല്ലോ, അന്ന് നമുക്ക് കാണാമല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ഇതൊന്നും വെറുതെ പറയുകയല്ല, വിശുദ്ധ ഖുർആൻ പച്ചക്ക് പറഞ്ഞ സത്യങ്ങളാ. അതേ ഖത്വലബ്നാ അൽളിയാ ഫിൽ ഖബരി, അതേ ഖത്വലബ്നാ അൽ ബറകത ഫിൽ ഖൂതി, കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിനാ, ഇബാദത്തിന് ശക്തി കിട്ടാനാ, ക്ഷീണം വരാനല്ല, രോഗമുണ്ടാവാനല്ല, കൊളസ്ട്രോൾ കൂടാനല്ല, ഷുഗർ കൂടാനല്ല, ബ്ലോക്ക് വരാനല്ല, അറ്റാക്ക് ഉണ്ടാവാനല്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് വരാനല്ല, അൾസർ ഉണ്ടാവാനല്ല, ഒരു രോഗവുമില്ലാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എല്ലാ ഭക്ഷണത്തിലും പ്രശ്നങ്ങളാ. മാംസം കടിച്ചാൽ പ്രശ്നങ്ങളാ, മധുരം കടിച്ചാൽ പ്രശ്നങ്ങളാ, കൂടെ ചോറ് കഴിച്ചാൽ പ്രശ്നങ്ങളാ, ഫ്രൂട്ട്സ് കഴിച്ചാൽ പ്രശ്നങ്ങളാ, പച്ചക്കറി കഴിച്ചാലും പ്രശ്നങ്ങളാ, ഏത് ഭക്ഷണത്തിനും വിഷങ്ങളാ, ഒരുപാട് പ്രതിസന്ധികളാ. ഇങ്ങനത്തെ ഒരു സാഹചര്യം
സാഹചര്യത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, ഇബാദത്തിന് ശക്തി കിട്ടാൻ, ആരോഗ്യദായകമാവാൻ എന്തു ചെയ്യണമെന്ന് ഖുർആനിൽ അന്വേഷിച്ചു, ഹദീസുകളിൽ അന്വേഷിച്ചു, ഇമാമിങ്ങളെ കലാമിൽ അന്വേഷിച്ചു, ആത്മജ്ഞാനികളെ കലാമിൽ അന്വേഷിച്ചു. ഫവജദ്നാഹാ ഫീ സ്വലാത്തിൽ ളുഹാ. 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചുയർന്ന് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്തെങ്കിലും ചുരുങ്ങിയത് ളുഹാ നിസ്കരിച്ചാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് ആരോഗ്യത്തിന് ക്ഷീണം വരില്ല, ആരോഗ്യത്തിന് പ്രശ്നം വരില്ല, ഇബാദത്തിന് ക്ഷീണം വരില്ല. ഭക്ഷണത്തിലെ ബറക്കത്തിന് വേണ്ടി ചെയ്യേണ്ടത് ളുഹാ നിസ്കരിക്കലാ. മറ്റൊരു കാര്യം, ഖത്വലബ്നാ അൽളിയാ ഫിൽ ഖബരി. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, ഖബറെന്നൊരു ജീവിതം വരാനുണ്ട്. ഇരുളടഞ്ഞ ഖബറ, ഇടുങ്ങിയ ഖബറ, വെളിച്ചമില്ല, അനങ്ങാൻ കഴിയില്ല, മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല, പിറകോട്ട് നീങ്ങാനിടമില്ല, മേലോട്ടില്ല, താഴോട്ടില്ല, മേൽഭാഗത്ത് വലിയ കല്ലുകൾ വെച്ച് മണ്ണുകൾ നിറച്ചതാ, കുരിരുട്ട, എന്തൊരു ചൂടാ, തിളങ്ങുന്ന കണ്ണുകളുള്ള മലക്കുകളാ. സന്ദർശിക്കാൻ വരുന്നത് കുടുംബക്കാരല്ല, സ്നേഹിതന്മാരല്ല, സ്നേഹിതകളല്ല, മലക്കുകളാ. തീരെ സ്നേഹമില്ല, പേടിപ്പെടുത്തുന്ന ഇടിനാദം പോലുള്ള ശബ്ദമുള്ള, അതേ വീതേ കൊടുങ്കാറ്റ് പോലെ വീപ്പയക്കുന്ന മലക്കുകളാ. അവിടെ നിന്റെ കൂട്ടുകാരായിട്ട് കൂടെ കിടക്കുന്നത് 1.5 മുഴമുള്ള പുഴുക്കളാ. പുഴുക്കൾ നിന്റെ മൂക്കിൽ കൂടെ കയറിയിട്ട് വായിൽ കൂടി പുറത്തു വന്നിട്ട് കണ്ണിൽ കൂടി വീണ്ടും ഇറങ്ങിയിട്ട് നിന്റെ കവിള് കടിച്ച് മുറിച്ചിട്ട് കളകളാരവം ശബ്ദം മുഴക്കിയിട്ട് നിന്റെ കൂടെ കിടക്കുന്ന പുഴുക്കളാ. നിന്റെ വയറ് പൊട്ടുകയാ. ഒരാഴ്ച കഴിയുമ്പോ മാംസം ശരീരത്തിൽ 40 കഴിയുമ്പോ ശരീരത്തിൽ നിന്ന് വേർപ്പെടുകയാ. 1 കൊല്ലം കഴിയുമ്പോ വെറും മസ്തികൂടം മാത്രമാവുകയാ. ഇപ്പോൾ നിന്റെ ആത്മാവ് എവിടെയെന്നറിയില്ല, ആത്മാവിനെ കാണാൻ കഴിയുന്നില്ല. ആത്മാവ് ശരീരത്തിന് വേദനിക്കുന്നത് മറ്റുള്ളവർ കാണുന്നില്ല, മറ്റുള്ളവരറിയുന്നില്ല. അതേപോലെ തന്നെ മരിച്ചാലും നിന്റെ വേദന മറ്റൊരാളറിയില്ല, കാണാൻ കഴിയില്ല, ആർക്കും മനസ്സിലാവില്ല. നീ എത്ര വേദനിച്ചാലും ഡോക്ടർ ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ നിന്റെ വേദന അറിയൂല, നിന്റെ ചൂടും പുക അറിയൂല, നീ പറഞ്ഞെങ്കിലല്ലാതെ അറിയൂല. അതേപോലെ തന്നെ മരിച്ചാലും അങ്ങനെ തന്നെ നിന്റെ ശരീരത്തിൽ വേദനിക്കുന്നത്, നീ അനുഭവിക്കുന്ന ചൂട്, നീ അനുഭവിക്കുന്ന തണുപ്പ്, നീ അനുഭവിക്കുന്ന പ്രയാസം മറ്റുള്ളവർക്ക് കാണാൻ കഴിയൂല, അറിയാൻ കഴിയൂല. ആ കൂരിരുട്ടുള്ള ഖബറിൽ വെളിച്ചം കിട്ടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഖുർആനിൽ പരതിയതാ. ഫവജദ്നാഹു ഫീ സ്വലാത്തി തഹജ്ജുദി. ആഖിർ സമാനിലെ മക്കളെ, ഖബറിൽ വെളിച്ചം കിട്ടാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം രാത്രിയിലെ നിസ്കാരമാ, തഹജ്ജുദ് നിസ്കാരമാ. സുബ്ഹിക്ക് വാങ്ങി വിളിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് എല്ലാ ഷർത്തുകളും ഫർളുകളും ആദാബുകളും സുന്നത്തുകളും എല്ലാം പാലിച്ചൊരു വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ നിന്റെ ഖബറിൽ വെളിച്ചമാ, വല്ലാത്ത പ്രകാശമാ. അതിനോളം ഖബറിൽ വെളിച്ചത്തിൽ ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല. ഖത്വലബ്നാ
ജവാബ മുൻകരി വനകീർ. മുൻകരി നകീർ എന്ന മലക്ക് വരുമ്പോ അവര് ചോദ്യം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ നരകം കണ്ടിട്ടുണ്ട്, മലകൂത്ത് സമാവാത്ത് കണ്ടിട്ടുണ്ട്, തങ്ങൾ കാണാത്തതില്ല, തങ്ങൾ അറിയാത്തതില്ല, തങ്ങൾ പോകാത്ത ഇടങ്ങളില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായത് ഇല്ല വൽ ഖബറു അഫ്ളഉ മിൻഹു, ഖബർ തന്നെ. ഖബറിലേക്ക് ചിന്തിക്കുമ്പോ നരകമൊന്നുമല്ല. ആ ഖബറിൽ മുൻകരി നകീറിന്റെ ചോദ്യത്തിന് ജവാബ് പറയാ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചു, ഹദീസുകളിൽ അന്വേഷിച്ചു, ഇമാമീങ്ങളെ കലാമിൽ അന്വേഷിച്ചു, ആരിഫീങ്ങളോട് അന്വേഷിച്ചു. ഓ ചെറുപ്പക്കാരാ, ഫവജദിനാഹു ഫീ തിലാവത്തിൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ ഖബറിൽ ജവാബ് പറയാൻ ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല. ജീവിതത്തിൽ ഖബറിൽ മുൻകരി നകീറിന്റെ ചോദ്യത്തിന് മറുപടി പറയണമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ള വിശ്വാസികൾക്ക് അതിനു വേണ്ടി ഒരുക്കി വെക്കേണ്ടത് ഖുർആൻ പാരായണമോ? അതിനോളം ഉപകരിക്കുന്ന മറ്റൊന്നും നാളെ ഖബറിലില്ല. ഇതുകൊണ്ടാണ് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞതാ. ഉസ്മാൻ എന്നവര് അതിനു വേണ്ടി ഏറ്റവും ഒരുക്കി വെച്ചത് ഖുർആൻ പാരായണമാ. എന്റെയും നിന്റെയും കഥയോർത്തു നോക്കൂ. എത്ര ഓതിയിട്ടുണ്ട്, എത്ര ഓതാറുണ്ട്, എത്ര ചിന്തിക്കാറുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനോളം ഉപകരിക്കുന്ന മറ്റൊന്നും അതെ ഖബറിൽ മറ്റൊന്നുമില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, ആര് നിന്നോട് പ്രസംഗിച്ചാലും, ആര് നിനക്ക് ഓഫർ തന്നാലും, എന്തൊക്കെ നിന്നെ പറഞ്ഞ് മയക്കിയാലും ഒരു കാര്യം മറക്കണ്ട, ഓഫറിന്റെ ലോകമാ. ഒരുപാട് ഓൺലൈനിലൂടെയും അല്ലാതെയും പലതും ഓഫർ ചെയ്യുന്ന ഒരു ലോകമാ. ആര് നിനക്ക് ലക്ഷം ഓഫർ നൽകിയാലും, സ്വർഗം ഓഫർ നൽകിയാലും, ആര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും, എന്നെയും നിന്നെയും സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞതറിയോ? യബ്ന ആദമ ലാ തഅമൻ മക്രി.